നമസ്കാരം. വിചിത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ജീവലോകം. ആധുനിക ശാസ്ത്രയുഗത്തിൽ സിദ്ധിയും സാമർഥ്യവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ധാരാളം ജന്തുക്കൾ ജീവലോകത്തിലുണ്ട്. അതിലൊരു ജീവിയായ പൂച്ചയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മനുഷ്യന് പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളിലൊന്നാണ് പൂച്ച. 9500 വർഷങ്ങൾക്ക് മുമ്പ് പൂച്ചയെ വീടുകളിൽ വളർത്തുവാൻ തുടങ്ങിയിട്ട് ലോകത്തിലെ ഏതാണ്ട് 600 ദശലക്ഷം വീടുകളിൽ പൂച്ചയെ വളർത്തുന്നുണ്ട്. ഒരു സാധാരണ പൂച്ചയ്ക്ക് 2.5 കിലോ മുതൽ 7 കിലോഗ്രാം വരെ ഭാരവും 23 സെൻറ്റിമീറ്റർ മുതൽ 28 സെൻറ്റിമീറ്റർ വരെ പൊക്കവും ഉണ്ടാകും. ആൺപൂച്ചകൾക്ക് പെൺപൂച്ചയേക്കാൾ വലിപ്പമാണ്. വാലിന് മാത്രമായി 30 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും. സാധാരണഗതിയിൽ പൂച്ചകൾക്ക് മുൻകാലുകളിൽ 5 വിരലുകളും പിൻകാലുകളിൽ 4 വിരലുകളുമാണുള്ളത്. അപൂർവം ചില പൂച്ചകൾക്ക് കൂടുതൽ വിരലുകൾ ഉണ്ട്. പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനും കേൾക്കുന്ന ശബ്ദത്തിനും അനുസരിച്ച് ചെവി അനക്കുവാൻ പൂച്ചകൾക്ക് കഴിയും. പ്രായപൂർത്തിയായ ഒരു പൂച്ചയ്ക്ക് 30 പല്ലുകളുണ്ട്. പൂച്ചയുടെ ശരീരത്തിൽ മൊത്തം 230 എല്ലുകളാണ് ഉള്ളത്. പൂച്ചയ്ക്ക് തൻ്റെ കണ്ണിന് ചുറ്റും 220 ഡിഗ്രി കോണളവിലുള്ള കാഴ്ചകൾ കാണുവാൻ കഴിയും. പൂച്ചകളുടെ ഹൃദയമിടിപ്പ് 150 തവണയാണ്. മനുഷ്യരേക്കാൾ 14 ഇരട്ടി മണം പിടിക്കുവാനുള്ള ശക്തി പൂച്ചകൾക്കുണ്ട്. കേൾവിശക്തിയും ശബ്ദവും നന്നായി കേൾക്കുവാൻ പൂച്ചകൾക്ക് കഴിയും. കാഴ്ചശക്തി പൂച്ചകൾക്ക് രാത്രിയിലാണ് കൂടുതലുള്ളത്. അതിനാൽ രാത്രിയിലാണ് പൂച്ച ഇര തേടുന്നത്. പൂച്ചകൾ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കുന്നതിൻ്റെ രഹസ്യം അതിൻ്റെ ഉറക്കമാണ്. ദിവസവും ശരാശരി 13 മുതൽ 16 മണിക്കൂർ വരെ പൂച്ചകൾ ഉറങ്ങാറുണ്ട്. ദിവസത്തിൽ ഏകദേശം 1/2 ഭാഗം പൂച്ചകൾ ഉറക്കമായിരിക്കും. എത്രത്തോളം ഉറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് അതിൻ്റെ ഊർജ്ജസ്വലത കണ്ടാൽ മനസ്സിലാകും. 9 വയസ്സ് പ്രായമുള്ള ഒരു പൂച്ച 6 വർഷവും ഉറക്കത്തിലായിരിക്കും. മിക്കപ്പോഴും ശരീരം നക്കിത്തുടച്ച് വെടിപ്പാക്കി വെക്കുന്നതിൽ പൂച്ചകൾ വളരെ ശ്രദ്ധ ചെലുത്താറുണ്ട്. 15 മുതൽ 20 വർഷം വരെയാണ് ഒരു പൂച്ചയുടെ ആയുസ്. വളർത്തു പൂച്ചകളിൽ ഏറ്റവും വലുത് മൈൻ കൂൺ ക്യാറ്റ് എന്ന 11 കിലോഗ്രാം ഭാരമുള്ള ഇനമാണ്. ഓരോ പൂച്ചയും അതിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പരിധി അടയാളപ്പെടുത്തുന്നത് വിയർപ്പ് കൊണ്ട് മണ്ണിൽ ഉരച്ചാണ്. വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ലാത്ത ഇവയുടെ കാൽവിരലിലൂടെയാണ് വിയർപ്പ് പുറത്തേക്ക് വരുന്നത്. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പൂച്ച മ്യാവൂ മ്യാവൂ എന്നു തന്നെയാണ് ശബ്ദമുണ്ടാക്കുന്നത്. തന്നെക്കാളും 5 ഇരട്ടി പൊക്കത്തിൽ നിന്ന് ചാടുവാൻ പൂച്ചയ്ക്ക് കഴിയും. എങ്ങനെ ചാടിയാലും പൂച്ച 4 കാലിലാണ് നിൽക്കുന്നത്. രോമം നനഞ്ഞാൽ ഉണങ്ങാൻ വലിയ പ്രയാസമുള്ളതുകൊണ്ട് പൂച്ചകൾ കഴിവതും നനയാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കാറുണ്ട്. ശരിയായ നിറം തിരിച്ചറിയുവാൻ പൂച്ചകൾക്ക് കഴിവില്ല. ഇത് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒരു പ്രസവത്തിൽ പൂച്ചയ്ക്ക് 9 കുഞ്ഞുങ്ങൾ വരെയുണ്ട്. പൂച്ചയുടെ മൂത്രം ഇരുട്ടിൽ തിളങ്ങും. പേടിച്ചിരണ്ട പൂച്ചകളുടെ ശരീരത്തിലെ മുഴുവൻ രോമങ്ങളും എഴുന്നു നിൽക്കും. മുതുകിലും വാലിലുമുള്ള രോമങ്ങൾ മാത്രമാണ് എഴുന്നു നിൽക്കുന്നതെങ്കിൽ അത് ആരെയോ ആക്രമിക്കുവാനുള്ള പുറപ്പാടിലാണെന്ന് നമുക്ക് നിശ്ചയിക്കാം. ദഹനം നന്നായി നടക്കാൻ ചില പൂച്ചകൾ പുല്ല് വായിലിട്ട് ചവയ്ക്കാറുണ്ട്. തൻ്റെ ഇരയെ പിടിക്കുവാൻ തല ഉയർത്തിപ്പിടിച്ചാണ് പൂച്ചകൾ ഓടാറുള്ളത്. ഇത് മനുഷ്യൻ്റെ ഉറ്റമിത്രമായ വളർത്തുമൃഗം കൂടിയായ പൂച്ച എന്ന ജീവിയെ പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.